അല്ല, ആ സമയത്തും സഖാവ് പിണറായി വിജയൻ്റെ മകനെ സഖാവ് കോടിയേരിയുടെ മകനെ സഖാവ് കോടിയേരി ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നടപടിയെടുത്തതിനായിരുന്നു പാർട്ടിയുടെ ബോധ്യം. അപ്പോൾ ആ സമയത്ത് പാർട്ടി കോടിയേരിയും ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് അത് അത്തരത്തിൽ കൈകാര്യം ചെയ്യട്ടെ എന്ന് തീരുമാനമെടുത്തു. ഇപ്പൊ പക്ഷേ കോടിയേരിയുടെ മക്കൾക്കെതിരായ ആരോപണം വന്നപ്പോൾ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മക്കളെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അല്ല, അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എടുത്ത കാര്യം ഇത് പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ആ വിലയിരുത്തലാണെന്നുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ വിജയനെതിരായിട്ടുള്ള ഈ നീക്കം ആരോപണം എന്താണ്? അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. ആരോപണം അവിടെ ആ സ്ഥാപനത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് നൽകുന്ന സർവീസിനുള്ള മാസം തോറുമുള്ള നിശ്ചിതമായിട്ടൊരു തുകയാണ്. ഒരു കമ്പനിയിൽ റീറ്റേണറായിട്ടൊരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഔഷധ ബന്ധമുണ്ടെന്നുണ്ടോ? ആ കമ്പനിയിൽ നിന്ന് വക്കീലിൻ്റെ റീറ്റെയിനർ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമുണ്ടോ? നിങ്ങളാരെങ്കിലും ഒരു കമ്പനിയുടെ പബ്ലിക് റിലേഷൻ്റെ ചുമതല കൂടെ വഹിക്കുന്നു മാധ്യമപ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക്. അതിന് ആ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനം നിങ്ങൾ നടത്തുന്നതിന് നിങ്ങൾക്കൊരു പ്രതിഫലം കിട്ടിയാൽ അതിനകത്ത് വേറെ നിങ്ങൾ അതിൻ്റെ മറ്റു മെറിറ്റിലേക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട. അതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്, നിർമ്മിത ബുദ്ധിയുടെ കാലമല്ലേ ഇത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ ഇത്ര ചെറിയ സർവീസിന് വലിയ തുക കൊടുത്ത് ഈ സേവനം നൽകിയത് എന്ന് തന്നെയാണ് ഏജൻസിയും അല്ലെങ്കിൽ ഇതിലെ പരാതിക്കാരനും ആരോപിക്കുന്നത്. പരാതിക്കാരി പറയാനുള്ളതാണ്. എന്തായാലും അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ CMRL തന്നെയാണ് ഇതിനകത്ത് വേറൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാം. വലിയ തുകകൾ കൈപ്പറ്റിയ അത് കോഴയായിട്ടല്ലാതെ മറ്റെന്തെങ്കിലും സേവനം കൊടുത്തിട്ടാണോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെൻറ്റിലെ മന്ത്രിസഭയിൽ ഇരിക്കുന്നവർ CMRL എന്ത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് വലിയ തുകകൾ വാങ്ങിയത്? 2 മന്ത്രിമാരെങ്കിലും. അപ്പോൾ അതാണ് ഗൗരവമായിട്ട് ആലോചിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടനുസരിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ EDയും CBI ഒക്കെ രാഷ്ട്രീയ പ്രതികളെ വേട്ടയാടുന്നു. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെ നടത്തിയ റെയ്ഡിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്നാവശ്യപ്പെട്ടു. അല്ല, രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം ഇതിനകം വന്നു കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതിനകം വന്നു കഴിഞ്ഞു. പുതിയ സംഭവവികാസത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീണ വിജയൻ ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. പിണറായിയും പാർട്ടിയുമാണ് ഇതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയും രാഷ്ട്രീയമായിട്ട് സഖാവ് പിണറായി വിജയനെയും പാർട്ടിയും പ്രതിരോധിക്കാനും പിണറായി വിജയൻ്റെ മകളായിപ്പോയി എന്നതിൻ്റെ പേരിൽ വീണ വിജയനെതിരായിട്ട് നടക്കുന്ന ഈ ആക്രമണം കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് അല്ല, അതിലേക്ക് രാഷ്ട്രീയമായിട്ട് ഈ കേസ് കേന്ദ്ര ഗവൺമെൻറ് CPIM-നെയും അതിൻ്റെ നേതൃത്വത്തെയും ആക്രമിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ അത്തരത്തിൽ തന്നെയാണ് നേരിടുന്നത്. അതെ, ഓക്കെ. അവിടെ കണ്ണൂരിൽ പിണറായി വിജയന്റെ വീടിന് പുറത്ത് പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകുന്നു.